ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന കുറച്ച് ഭംഗിയുള്ള കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാര്യങ്ങളൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കാണുന്നുണ്ടാവും, ഡെയിലി ഒത്തിരി പേര് പുതിയതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന് വാട്സപ്പിൽ വന്ന് പറയുന്നുണ്ട്, ഇന്നലെയാണ് ചേച്ചി വീഡിയോ കണ്ടു തുടങ്ങി, മിനിങ്ങാന്നാണ് കണ്ടു തുടങ്ങിയത്, ഒരാഴ്ചയായുള്ളൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ പുതിയതായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊക്കെ ഇൻട്രൊഡക്ഷൻ ചില വീഡിയോകളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. എൻ്റേത് ഒരു ചെറിയ ഡിസൈനർ ബുട്ടീക്കാണ്. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. ഞാനൊരു ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ആളോ അല്ലെങ്കിൽ തയ്ക്കാൻ അറിയുന്ന ആളൊന്നും അല്ല. പക്ഷേ ഈ ഡ്രസ്സിനോട് കുറച്ച് ക്രേസ് പണ്ട് മുതലുണ്ട്, ഭയങ്കര പാഷനായിരുന്നു. അപ്പോൾ അതങ്ങനെ ഞാൻ ബിസിനസ് ആക്കിയതാണ്. എൻ്റെ മക്കൾ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ്. എനിക്കിപ്പോഴും തയ്ക്കാനൊന്നും അറിയില്ല. ഒരു 10-12 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. ഏകദേശം ഒരു 600-ന് മേൽ വീഡിയോസ് യൂട്യൂബിലുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന നിങ്ങളിൽ പലർക്കും ഇതൊക്കെ അറിയാം, പക്ഷെ പുതുതായിട്ട് കാണുന്നവർക്ക് അവരുടെ അറിവിലേക്കായിട്ടതൊക്കെ പറയണത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവർ പഴയ വീഡിയോസൊക്കെ പോയി കാണുക. പക്ഷെ എല്ലാം ഒന്നും പഴയതൊന്നും ഇപ്പോൾ കാണത്തില്ല കേട്ടോ. എന്നാലും നമുക്ക് പുതിയ ഫാബ്രിക്കുകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണൊക്കെ അതിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചതായോ. അപ്പം ആ സെയിം പാറ്റേൺ വേറെ ഫാബ്രിക്കിൽ നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഫാബ്രിക് റീസ്റ്റോക്കും വരാറുണ്ട് മിക്കപ്പോഴും. കിട്ടുന്നതൊക്കെ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ കാണുമ്പോൾ എടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒത്തിരി പഴയ വീഡിയോസിലൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ റീസ്റ്റോക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ എക്സാക്റ്റ് ആഗ്രഹിക്കുന്ന കുർത്തിയും ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ വാട്സപ്പിൽ വന്ന് നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊക്കെ സംസാരിക്കാം. ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും തന്നെ ഫോൺ ചെക്ക് ചെയ്ത് ഞാൻ തന്നെയാണ് അതൊക്കെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഡൗട്ടൊന്നും വിചാരിക്കേണ്ട. പലരും എന്നോട് ചോദിക്കാറുണ്ട്, വീഡിയോ കാണുന്ന ചേച്ചി തന്നെയാണോ ഫോൺ എടുത്തേക്കെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ തന്നെയാണ് ഫോൺ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു ബുട്ടീക്കാണിത്. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന കുട്ടികളാണ് ഞാൻ വീഡിയോ കൂടെ അധികം കാണിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ദുബായ് കസ്റ്റമർ എന്ന് മെൻഷൻ ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് വേറൊന്നുമല്ല, ആളെനിക്ക് തന്നൊരു പാറ്റേൺ ഞാൻ ചെയ്തത് പറഞ്ഞപ്പോൾ കാണിച്ചു, ആളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് ഒത്തിരി എബ്രോഡ് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരുടെയും പേര് പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ 1-2 പേരുടെ പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ പേര് മറന്നിട്ടോ അല്ലെങ്കിൽ അവരെ മനഃപൂർവ്വം മറന്നിട്ടൊന്നുമല്ല. പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ പരിഭവം പറയാൻ ഫ്രീഡം ഉള്ള ആളായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി അപ്പോൾ ഞാൻ ചേച്ചിയുടെ എബ്രോഡ് കസ്റ്റമർ അല്ലേ, ഞാൻ ചേച്ചിയുടെ അടുത്ത് കുർത്തി എടുക്കാറില്ല, എന്നിട്ട് എൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞത് സൗന്ദര്യപ്പണക്കം, ചുമ്മാ തമാശക്ക് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ പറയാൻ അടുപ്പമുള്ള ആളായതുകൊണ്ടാണ്. അതും എൻ്റെ ഒരു അനിയത്തി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല. ടിൻഡു എന്നാണ് ആളുടെ പേര്, ഇസ്രായേലിലാണ് ടിൻഡു. അതുപോലെ പിന്നെ എനിക്ക് വേറെ ഖത്തറിൽ നിന്നൊരു ഷിമ മാഡം ഉണ്ട്. ഷിമ മാഡത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇവർ രണ്ടുപേരുടെയും അറ്റ് പ്രസൻറ്റ് എൻ്റെ ഒരു 30 to 50 കുർത്തിയെങ്കിലും മിനിമം ചിലപ്പോൾ കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവരുടെ പർച്ചേസിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വീഡിയോ വന്നാൽ അവർക്ക് ആ വീഡിയോയിൽ അവരുടെ സൈസ് ഉണ്ടെങ്കിൽ അവരെ കുർത്തി എടുത്തിരിക്കും. അതിനിപ്പോൾ വേറെ ചോദിക്കലോ പറച്ചിലോ ഒന്നുമില്ല. അവരുടെ സൈസ് അതിലുണ്ടോ ഉണ്ടെങ്കിൽ എടുത്തിരിക്കും. അങ്ങനെയാണ് അവർ രണ്ടുപേരും. ഒത്തിരി പേരുണ്ട് കേട്ടോ. ഞാൻ വീണ്ടും ഇനി അങ്ങനെ രണ്ടുപേരെ പറഞ്ഞു എന്ന് ആരും പരിഭവം പറയരുത്. അപ്പോൾ ഇന്നലെ അങ്ങനെ സാഹചര്യവശാൽ ഒരാളുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് എന്നെ അനിയത്തിയെ പോലെ ഫീൽ ചെയ്തെങ്കിൽ എനിക്കും ചേച്ചിയെ പോലെ തന്നെ ഫീൽ ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ആ ഫീൽ വന്നത്. ഞങ്ങൾ ഇതൊക്കെ ഇന്നത്തെ സംസാരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നാണ് ഇതൊക്കെ ഡിസ്കസ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ലോകത്ത് എവിടെ ഇരുന്നാലും നമ്മൾ കണ്ടില്ലെങ്കിലും പെട്ടെന്ന് കുറേ പേരൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ യൂട്യൂബ് വന്നേ പിന്നെ ഒത്തിരി നല്ല നല്ല സൗഹൃദങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാത്തിനോടും ദൈവത്തോടും നിങ്ങളോടും ഓരോരുത്തരോടും താങ്ക്ഫുൾ ആണ് ഞാൻ. കാരണം നമ്മളെയൊക്കെ പുറത്തേക്ക് അറിഞ്ഞത് ഈ സോഷ്യൽ മീഡിയ വന്നേ പിന്നെയാണല്ലോ. ഞാനൊക്കെ സാധാ ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നതോടുകൂടിയാണ് എനിക്ക് നിങ്ങളെപ്പോലെ നല്ല നല്ല സൗഹൃദങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നതും അതും എനിക്ക് ഒരു സന്തോഷമാണ്. ഒത്തിരി പേരുടെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ, ചേച്ചി ചെയ്യുന്ന ഒരു സർവീസാണ്, നല്ലൊരു സർവീസാണ്. കാരണം ഈ ബിസി ഷെഡ്യൂളിൽ ഫാബ്രിക്കൊക്കെ പോയി നോക്കിയെടുത്ത് ടൈലേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി തയ്പ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ട്. എന്നിട്ട് തയ്ച്ചു കഴിയുമ്പോൾ ശരിയാവാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഇപ്പോൾ ചേച്ചിയുടെ കുർത്തിയിൽ കിട്ടി തുടങ്ങിയ പിന്നെ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഞങ്ങളുടെ സൈസ് കിട്ടിയാൽ പിന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. അത് ഏതായാലും കുഴപ്പമില്ല. അത്ര സെലക്റ്റീവായിട്ടാണ് ചേച്ചി ഓരോ പ്രൊഡക്റ്റും കൊണ്ടുവരുന്നത്. എല്ലാം എടുക്കാൻ തോന്നും. പിന്നെ നമുക്കങ്ങനെ എല്ലാം വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് മാത്രം എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അതിൽ ഇഷ്ടക്കുറവായിട്ടൊന്നുമില്ല. എല്ലാം അത്ര സെലക്റ്റീവാണെന്നൊക്കെ വേണം ഓരോരുത്തർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. കാരണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഞാൻ എത്രമാത്രം എഫേർട്ട് ഇടുന്നു എന്നുള്ളത് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നല്ല നല്ല വാക്കുകൾ എന്നോട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെല്ലാത്തിനും നിങ്ങളോട് താങ്ക്ഫുൾ ആണ്. അതുപോലെ ദൈവത്തോടും താങ്ക്ഫുൾ ആണ്. കാരണം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ വൃത്തിയായിട്ട് ചെയ്തു പോകാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ
നമ്മുടെ കുർത്തി വാങ്ങിയിട്ട് ഇട്ട് നോക്കുക. നമ്മളിവിടെ ചെയ്യുന്നത് അധികവും ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകൾ, അതുപോലെ ഓർഗാനിക് ഡൈസിൽ വന്നേക്കുന്ന ഫാബ്രിക്കിൽ ചെയ്യുന്ന കുർത്തികൾ, അങ്ങനെ നാച്ചുറൽ ഡൈഡ് വന്ന ഫാബ്രിക് അല്ലെങ്കിൽ കോട്ടൺ ഫാബ്രിക്, മൊഡാല്, ഇങ്ങനെയൊക്കെയാണ് അധികം ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ചിലർ ചോദിക്കും, കളർ ഗ്യാരണ്ടി ചോദിക്കും, അതുപോലെ ഫാബ്രിക് ചുരുങ്ങുമോ എന്നൊക്കെ ചോദിക്കും. ഇതിന് രണ്ടിനും ഞാൻ ഗ്യാരണ്ടി തരാൻ ആളല്ല. അത് ഞാൻ വ്യക്തമായിട്ട് പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാബ്രിക്കിന്റെ പ്രൊഡക്ഷൻ എൻ്റെ കയ്യിലല്ല. അതുപോലെ അത് ചുരുങ്ങുമെന്നുള്ളതും അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഇതിന് രണ്ടിനും എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഫാബ്രിക് ചുരുങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഫ്യൂച്ചറിലേക്ക് അത് അയച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സൈഡും നിറയെ ക്ലോത്ത് ഓരോ കുട്ടികൾക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് ചെയ്തു തരുന്നത്. അതിന് വേണ്ടി വരുന്ന ക്ലോത്ത് എനിക്ക് നഷ്ടമാണെന്ന് എൻ്റെ ടൈലേഴ്സ് പറയാറുണ്ട്. പക്ഷെ ഞാനത് ചെവിക്കൊള്ളാറില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അടുത്ത് ഒരു പേയ്മെൻറ്റ് തന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അത് ത്രൂ ഒരു വിഷമത്തിന് നിങ്ങൾക്ക് ഇടവരരുത്. നിങ്ങൾ ഹാപ്പി ആവണം. അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഫാബ്രിക് അതങ്ങനെ ഇടുമ്പോൾ നഷ്ടമാണെന്നോ, അല്ലെങ്കിൽ അത് അത്രയും കൂട്ടിയിട്ടാൽ അതും കൂടെ വേറൊരു കുർത്തി, ഒരു 10 മീറ്റർ തുണി കൊണ്ട് എനിക്ക് ഒരു 3 കുർത്തിക്കേ കിട്ടത്തുള്ളൂ. അല്ലാതെയൊക്കെ യൂണിറ്റുകളിൽ ചെയ്യുമ്പോൾ 4 കുർത്തിക്കൊക്കെ എല്ലാവർക്കും പറ്റുന്നതാണ് എക്സ്പീരിയൻസ് ആയിട്ട് ടൈലേഴ്സ് പറയുന്നത്. പക്ഷേ എനിക്കത് ഒരു 3 കുർത്തിക്കേ കിട്ടത്തുള്ളൂ. അത്രമാത്രം ഓരോ കുർത്തികളിനകത്ത് സ്പേസ് ചെയ്യാനിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുർത്തികളുടെ ഒരു പ്രൈസ് റേഞ്ച് പറയുവാണെങ്കിൽ, അങ്ങനെ തീരെ താന്ന കുർത്തികളൊന്നും അല്ല ഞാൻ വീഡിയോയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ തീരെ ഹൈയും അല്ല. ഇതിന് രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കാവുന്ന ഒരു റേറ്റിലുള്ള കുർത്തികളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം തീരെ താത്തി കുർത്തികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അതനുസരിച്ച് ക്വാളിറ്റി ഓഫ് ഫാബ്രിക്കിന് കാണത്തുള്ളൂ. പല ചാനലുകളിൽ നിന്നും അല്ലെങ്കിൽ പല ഷോപ്പുകളിൽ നിന്നും വാങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് സ്റ്റിച്ചിങ് നന്നായിട്ട് പലരും എനിക്ക് അയച്ചു തരുന്നുണ്ട്. ആ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 3XL ഒരു കുർത്തിയൊക്കെ തയ്ക്കാൻ വേണ്ടി നോക്കുമ്പോൾ അതിന് ഫാബ്രിക്കിന് ലെങ്ത്ത് കാണത്തില്ല, അല്ലെങ്കിൽ സ്ലീവ്സിന് ലെങ്ത്ത് കാണത്തില്ല, ബോട്ടത്തിന് ലെങ്ത്ത് കാണത്തില്ല. അപ്പം പിന്നെ നമുക്കത് ഭയങ്കരമായിട്ട് അതിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അതിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. പറയാൻ ടൈലേഴ്സിൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേച്ചി ഇത് ഭയങ്കര റിസ്ക് ആണ്. അപ്പം ഞാൻ പറയും, കുഴപ്പമില്ല, ഫാബ്രിക് അവർ തന്നതല്ലേ, അപ്പോൾ നമുക്ക് അവരോട് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറയും ഇത്രയാണ് ഫാബ്രിക് ഉള്ളൂ. അപ്പോൾ അവരുടെ അടുത്ത് പറയും, ചേച്ചി അതുകൊണ്ട് ഭംഗിയാക്കാവുന്ന രീതിയിൽ ചേച്ചി ഭംഗിയാക്കി തായോ എന്ന് പറയും. അപ്പോൾ അതൊക്കെ വിലക്കുറവിൻ്റെ പുറകെ പോകുമ്പോൾ കിട്ടുന്ന സെറ്റുകളാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട്, അതായത് നമുക്ക് അത്യാവശ്യം ഒരു റേറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങുന്ന ആ സെറ്റിലൊക്കെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് കാണും. അപ്പം നിങ്ങൾ തീരെ വിലക്കുറവെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനത് ഏറ്റവും താഴ്ന്ന ഒരു റേറ്റിലുള്ള ഫാബ്രിക് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടെ ടൈലേഴ്സിന് കൊടുക്കേണ്ട റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല തുണിയായാലും മോശം തുണിയായാലും അവർക്ക് റേറ്റ് ഒക്കെ ഒന്നാണ്. അപ്പം പിന്നെ ഞാൻ ആലോചിക്കുന്നത്, എന്തിനാണ് കുറച്ച് 10 രൂപ കുറച്ചൊരു തുണി എടുത്തിട്ട് തയ്ച്ചിട്ട് ഞാൻ ആ ഒരു വിലക്കുറവിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ വിലക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരെ താഴ്ന്ന വിലയുള്ള തുണികൾ എടുക്കാറില്ല. അപ്പോൾ അത്യാവശ്യം ഒരു വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് കുറച്ച് നാൾക്ക് ഇടാൻ പറ്റിയ ഒരു റേറ്റിൽ വരുന്ന ഫാബ്രിക് വെച്ചിട്ടാണ് ഞാൻ ഓരോ കുർത്തിയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫാബ്രിക് ഒക്കെ തന്നെയാണത്. നിങ്ങൾ പുറത്ത് പോകുമ്പോൾ, നിങ്ങൾക്ക് ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിലയൊക്കെ കേൾക്കുമ്പോൾ അറിയാം. നമ്മൾ വിലക്കുറവെന്ന് പറഞ്ഞ് പോകുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി എന്തായാലും ആ തുണിക്ക് കാണത്തുള്ളൂ. അപ്പോൾ അത്യാവശ്യം വില വന്ന് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഡ്രസ്സിങ് പറ്റുന്ന രീതിയിലുള്ള കുർത്തീസാണ് ഞാനിവിടെ ചെയ്യുന്നത്. എല്ലാം ഡെയിലി വെയർ കോൺസെപ്റ്റിൽ ചെയ്യുന്ന കുർത്തീസാണ്. ഒരു പാർട്ടി വെയർ എന്ന രീതിയിലേക്കാണ് നമ്മൾ അധികം കൊണ്ടുവരുന്നില്ല. അധികം തന്നെ ഡെയിലി വെയർ ആണ്. നമുക്ക് ഡെയിലി വെയറിനുള്ള ആവശ്യം അധികം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള കുർത്തികളാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഒരെണ്ണം വാങ്ങിയിട്ട് ഇട്ട് നോക്കുക. എന്നിട്ട് നമ്മളുടെ സ്റ്റിച്ചിങ്ങും മെഷർമെൻറ്റും ഒക്കെ നിങ്ങൾക്ക് സ്യൂട്ട് ആവുമെന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ എബ്രോഡ് കസ്റ്റമേഴ്സോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരും ഞാൻ പേര് പറഞ്ഞ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് ആരും പരിഭവം എന്ന് വിചാരിക്കരുത്. കാരണം ഒത്തിരി പേര് എൻ്റെ കൂടെ ഉണ്ട്. അവരെല്ലാവരും ഹാപ്പിയാണ്, ഞാനും അവർ ത്രൂ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ഓരോരുത്തരും പേരൊന്നും പറയുന്നില്ല. ഞാൻ ഇച്ചിരി അവർ പറയുന്ന കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോയിലേക്ക് അങ്ങനെ കൊണ്ടുവരാത്തത്, ഞാൻ അതിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം ഇതിനൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നമുക്ക് എല്ലാം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ എടിപിടി എന്നൊക്കെ പറഞ്ഞ് ഒന്നും നടക്കുന്ന കാര്യമില്ല. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ 12 വർഷമായി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് എനിക്ക് നിങ്ങളെ ഓരോരുത്തരും എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ സമയമെടുത്ത് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുത്തേക്ക് എത്തിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഞാനിങ്ങനെ ഈ കസ്റ്റമർ ഫീഡ്ബാക്കൊക്കെ ഇതിൽ കൊണ്ടുവന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നതൊരു തെറ്റല്ല. നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനത് ഫോളോ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെയൊക്കെ ചെയ്ത് ആളുകളെ കൂട്ടിയാൽ എനിക്ക് കൊടുക്കാനുള്ള പ്രൊഡക്റ്റുകൾ എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ വീടിൻ്റെ ലിമിറ്റ്സിൽ ഇരുന്ന് ചെയ്യുന്ന ഒരു ബിസിനസ്സാണിത്. ഇതൊരു ഷോപ്പാക്കാനോ വെളിയിലേക്ക് പോയിട്ട് ഒരു വലിയ ഷോപ്പ് ഇടാനോ ഒന്നും എനിക്ക് പ്ലാനില്ല. കാരണം അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു വലിയ ഗ്രോത്തിനെ കുറിച്ചൊന്നും ഞാൻ സ്വപ്നം കാണുന്നില്ല. ഇപ്പം ഇങ്ങനെ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. ഞാനൊന്ന് എൻഗേജ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ബിസിനസ്സാണ്. അതിനിപ്പോൾ ഞാൻ
ഫുള്ളി എൻഗേജ്ഡ് ആണ്. എനിക്ക് ഭയങ്കര തിരക്കാണ്, ഒട്ടും നിന്ന് തിരിയാൻ സമയമില്ല എന്ന് പറയുന്നത്, അതേപോലെ ഞാൻ ബിസിയാണ്. പക്ഷേ അത് ഞാൻ ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ പർച്ചേസിങ്ങിനോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ബാക്കി ഒന്നിനും ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു മടിയില്ല, സന്തോഷമുള്ളൂ ചെയ്യാൻ. കാരണം അത് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്ര ഹാപ്പി ആയിട്ടാണ് ഇത് ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും മനോഹരമായ പ്രൊഡക്റ്റുകൾ എനിക്ക് തരാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാനൊരു ഡൾ മൈൻഡോടെ അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ആ പ്രൊഡക്റ്റിലുണ്ടാവും. ഇത് ഞാൻ ഓരോന്നും ചെയ്യുമ്പോഴും ഇപ്പോഴും പുതിയതായിട്ട് ചെയ്യുന്ന പോലെ അതേ ഒരു പാഷനേറ്റീവ് ആയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് എൻ്റെ കുർത്തികൾ ഇത്രയും പ്രിയപ്പെട്ടതാക്കുന്നതെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് എനിക്കൊരു കോൾ വന്നു മലപ്പുറത്തു നിന്നാണ്. ആളെന്നോട് എന്തോ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ അപ്പം ഞാൻ കുറച്ച് ബിസി ആയതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഞാൻ ഒന്ന് കോൾ എടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒത്തിരി കോൾസ് ഉള്ളതെന്ന് ഏതാണെന്ന് എനിക്ക് മനസ്സിലാകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 3-4 നമ്പറിലൊക്കെ തിരിച്ച് വിളിച്ചു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. ആളുടെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷെ അത് ഞാൻ വിട്ടുപോയി. മലപ്പുറത്ത് നിന്നാണ് പറഞ്ഞത്. ഇങ്ങനെ എന്ത് ബിസിനസ് തുടങ്ങണം, അപ്പം അതിനെന്തോ എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നുകൂടി വിളിക്കുക. ഞാൻ വിളിക്കാൻ ശ്രമിച്ചു, ഒരു 3-4 പേർക്കൊക്കെ കോള് പോയി, പക്ഷെ അത് ഞാൻ ഉദ്ദേശിച്ച ആളായിരുന്നില്ല. അപ്പം അതുകൊണ്ട് എന്നെ തിരിച്ച് വിളിക്കുക സമയം കിട്ടുമ്പോൾ, അത് വീഡിയോ കണ്ടാൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിൽ ആദ്യത്തേത് ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ കുർത്തിയാണ്. ഞാൻ അങ്ങനെ ഏലൈൻ കുർത്തികളൊന്നും ഇടാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ഏലൈൻ കുർത്തികളൊക്കെ ഇട്ട് തുടങ്ങി. വളരെ കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ. ഒരു സൈഡ് പോക്കറ്റൊക്കെ വന്നിട്ടുള്ള ഏലൈൻ കുർത്തിയാണ്. അപ്പം ഞാൻ വീഡിയോ കൂടെ ഇങ്ങനെ പറഞ്ഞ് കുറേ പേരൊക്കെ ഏലൈൻ ഇടാത്തവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ കുറച്ച് ലൂസി കിടക്കുമ്പോൾ നമ്മുടെ ടമ്മിയൊന്നും അറിയത്തില്ല, നല്ല ഒതുക്കം ഫീൽ ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഈ ഫാബ്രിക് ആണ് കേട്ടോ. ഇത് പ്യുർ കോട്ടൺ സാങ്കനേറിയ പ്രിന്റ് ആണ്. ഇത് ഇടാൻ വളരെ സുഖമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ഫാബ്രിക് കൈ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇതാണോ എന്ന് തോന്നിപ്പോകരുത്. കാരണം ഇത് പ്രീ വാഷ്ഡ് ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൈ പിടിക്കുമ്പോൾ ഒരു പിടുത്തനേ ഉള്ളൂ, ഒട്ടും സ്റ്റാർച്ചൊന്നും കാണത്തില്ല. ഇത് വാഷ് ചെയ്ത് ഉണക്കിയേക്കാണ് ഇതിലേക്ക് പ്രിൻ്റൊക്കെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സോഫ്റ്റാണ്. നമ്മളൊരു തുണി കഴുകി വന്ന് പദം ഒന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞോണം, കഴുകി അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയിട്ട് ഒരു പഴയ തുണിയുടെ ഫീല് വരുന്ന ഒരു ഫാബ്രിക്കാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇടുമ്പോൾ ഇത്ര സുഖം കിട്ടുന്നത്. അപ്പോൾ ഓരോരുത്തർ എടുക്കുമ്പോൾ ഞാനത് എടുത്തെടുത്ത് പറഞ്ഞ് അവരെ കൺവിൻസ് ആക്കിച്ചിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കിട്ടി കഴിയുമ്പോൾ ഇതാണോ തുണിയും തോന്നിപ്പോവരുത്. തിക്ക് കോട്ടൺ അല്ല, പക്ഷെ ഇടാൻ വളരെ കംഫർട്ടബിൾ വെയർ ആണ്. നല്ല എലഗൻ കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നേക്കുന്നത്. എല്ലാം ഇതിൽ ചെയ്യുന്ന കുർത്തികൾ കിട്ടുകയും നമുക്കൊരു പ്രത്യേക നമുക്ക് എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അത്രമാത്രം ഭംഗിയുള്ള കോമ്പിനേഷനും പ്രിന്റുമാണ് ഇതിൽ വന്നേക്കുന്നത്. ഇത് നമുക്ക് സ്ലിറ്റഡ് ആയിട്ട് ചെയ്യാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം. ഫാബ്രിക് ഉണ്ട്. ഇനിയിപ്പോൾ അതല്ല ഏലൈൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി പാറ്റേൺ മാറ്റി ചെയ്യണമെങ്കിൽ അതും നമുക്ക് ചെയ്യാം. പക്ഷെ ഇതെല്ലാം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ കാണത്തുള്ളൂ. പെട്ടെന്ന് ഓർഡർ തന്നാലായിരിക്കും ഇതൊക്കെ കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് വേഗം കാണാം. ഇതാണ് അടുത്തത്. ഞാൻ ഇട്ടിരിക്കുന്ന സെയിം പാറ്റേണിൽ വന്നേക്കുന്ന കുർത്തിയാണ്. ഏലൈൻ കുർത്തിയാണ്. സാങ്കനേറിയ പ്രിന്റ് ആണ്. പ്യുർ കോട്ടൺ ആണ്. സോഫ്റ്റ് കോട്ടൺ ആണ്. യോക്കിലേക്ക് ഇതേപോലെ കുറച്ച് ഗ്യാദേഴ്സ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. നല്ലൊരു കളറാണ് ഇതിൻ്റെയും. ഇതാണ് ക്ലോസർ വ്യൂ. യോക്കിലേക്ക് അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ചെറിയ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കേക്കുന്ന ഒരു കുർത്തിയാണ്. ഏലൈനാണ്. ഒരു ഫ്രോക്ക് പോലെയൊക്കെ ഇടാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ. സൈഡ് പോക്കറ്റ് കാണും. എല്ലാ സൈസും അവൈലബിൾ ആണ്. വളരെ നല്ല ബ്രീത്തബിൾ ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ ഇടാൻ വളരെ കംഫർട്ടബിൾ ആണ്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ആ സെയിം ഫാബ്രിക്കിലെ അടുത്ത ഒരു കുർത്തിയാണ് കേട്ടോ. സെയിം ഫാബ്രിക് ആണ്. ഇതിലെ പ്രിന്റ് ഇതാ ഇങ്ങനെ വരുവേ. ഇത് ഏലൈൻ കുർത്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് സ്ലിറ്റഡ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ തന്നാൽ സ്ലിറ്റഡ് ചെയ്യാം. കുറച്ച് ഫാബ്രിക് കാണും. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന എല്ലാം ഈ ഒരു പാറ്റേൺ ആണ്. ഒരു വീനൊക്കെ കൊടുത്തിട്ട് സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതേപോലെ സൈഡ് പോക്കറ്റ് കാണും. നമ്മുടെ കുട്ടികൾക്ക് എല്ലാം നല്ല ലെങ്ത് കാണും കേട്ടോ. മിനിമം 47 ഇഞ്ചസ് ലെങ്ത് കാണും. ഇനിയിപ്പോൾ ലെങ്ത് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നമുക്ക് കസ്റ്റമൈസേഷനും പോസിബിൾ ആണ്. ഇതിൻ്റെയൊക്കെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ കാണുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചതാണ് കേട്ടോ. പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. നല്ല ഭംഗി ചെയ്തേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അത് നല്ലൊരു കളറാണ്. നല്ല ഡാർക്കായിട്ട് വരുന്ന ഡീപ്പായിട്ട് വരുന്ന മെറൂൺ ആണ്. അതിൽ ഒരു ക്രീമിന്റെയും അതുപോലെ ബ്ലൂവിന്റെ ഒക്കെ കോമ്പിനേഷൻസ് ആണ് വന്നേക്കുന്നത്. ഇതിന്റെ യോക്ക് കണ്ടതാ ഇങ്ങനെ ഒരു ബ്ലൂ ഫാബ്രിക്കിന്റെ ഒരു പടിയൊക്കെ വെച്ചാൽ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് വേണ്ട, വേറെ ഏതെങ്കിലും പാറ്റേൺ മതിയെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വീനക്കോ അല്ലെങ്കിൽ ചൈനീസ് കോളറോ അല്ലെങ്കിൽ ഷർട്ട് കോളറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും നെക്ക് ഡിസൈനിലൊക്കെ ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ഇത് സ്ലിറ്റഡും ഏലൈനും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സ്ലിറ്റഡ് ആണ്. ഇതിൻ്റെ ഏലൈനും അവൈലബിൾ ആണ്. എല്ലാ സൈസും അവൈലബിൾ ആയിരിക്കും. ഇതാണ് അടുത്ത കുർത്തി.
ഇത് ഇന്നലെ ഞാൻ കാണിച്ചതാണ്. ഇതിന്റെ മെറൂൺ എല്ലാം തീർന്നു. ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ പേരോട് ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു പോകേണ്ടി വന്നു. ഇതാ അതില് ബ്ലാക്ക് ആണിത്. ഇത് കുറച്ചും കൂടെ കാണും, എന്നാലും ഒത്തിരി ഒന്നും കാണത്തില്ല. കുറെ പേരൊക്കെ മെറൂൺ ഇല്ലാന്ന് പറയുമ്പോൾ ബ്ലാക്ക് എടുത്തു, പക്ഷെ കുറച്ചും കൂടെ ബ്ലാക്ക് കാണും. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലേക്ക് എടുത്തത്. കാരണം ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു അവസരമാണ്. ഇതേപോലെ അക്കോബ ഫാബ്രിക്കിൽ ഡിജിറ്റൽ പ്രിന്റ് വന്നേക്കുന്ന ഒരു ബോർഡറാണ് കേട്ടോ ഈ ഫാബ്രിക്കിനുള്ളത്. ഇത് പാച്ചല്ല, ഈ ഫാബ്രിക്കിൽ തന്നെയുള്ള ബോർഡറാണ്. സ്ലീവ്സിലേക്ക് എന്താ ആ സെയിം ബോർഡർ ഉണ്ടാവും. ഇത് നമ്മൾ സ്ലിറ്റ് ഇട്ടാ ചെയ്തേക്കുന്നത്. കാരണം ഏലയും കുറെ പേര് ചോദിച്ചു. പക്ഷേ ഏലയും ചെയ്യുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പ്രിന്റ് ഒരു വൃത്തിക്ക് കിട്ടത്തില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മളിത് സ്ലിറ്റ് ഇട്ടാ ചെയ്തേക്കുന്നത്. എല്ലാ സൈസും ഇപ്പൊ അവൈലബിൾ ആണ്. ഇതാണ് അടുത്തത്. ഇത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ്. നല്ല എലഗന്റ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഇതില്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണിത്. ഇതേപോലെ മെഷീൻ എംബ്രോയിഡറി വന്നേക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. അതിൽ ഇതേപോലെ ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയിഡറി ആണ് വന്നേക്കുന്നത് കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ്. എലഗന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇന്ന് നമ്മൾ കാണുന്ന ഇൻഡിഗോ ബ്ലൂയിൽ വന്നേക്കുന്ന കുറച്ച് കുട്ടീസാണ് കേട്ടോ. ഇത് കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചതാണ്. ഇപ്പോൾ വളരെ കുറഞ്ഞ പീസുകളേ ഉള്ളൂ. എല്ലാ സൈസൊന്നും ഇപ്പൊ കാണത്തില്ല. ഇതാണ് കേട്ടോ ആദ്യത്തേത്. സ്ലിറ്റർ കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറും പ്രിന്റും ആണ്. ഇൻഡിഗോ ബ്ലൂവിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യത്തെ 2-3 വാഷ് കളർ പിടിയുന്ന എന്തായാലും ചാൻസ് കാണും. അപ്പൊ അതുകൊണ്ട് ഡാർക്ക് കളറിൽ ഇന്നറൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇന്നറിലേക്ക് കളർ പിടിച്ച് ചീത്തയായപ്പോഴുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നു മാത്രം. ഇത് സ്ലിറ്റർ പാറ്റേൺ ചെയ്തേക്കുന്ന കുർത്തിയാണ് കേട്ടോ. അതിലടുത്ത പ്രിന്റ് ഇതാണ്. നമ്മുടെ കുർത്തി കളക്ഷനിൽ എപ്പോഴും വേണ്ട ഒരു ഫാബ്രിക് ആണ് ഇൻഡിഗോ ബ്ലൂ. ഇൻഡിഗോ ബ്ലൂ ഇല്ലാത്തവർ ആരും കാണത്തില്ല. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഫേഡായി പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോന്ന് പുതിയതെടുക്കുക. ഇത് ഇൻഡിഗോ ബ്ലൂവിലെ ലാസ്റ്റ് കുർത്തിയാണ് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. എല്ലാം സ്ലിറ്റിട്ടാ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയിൽ യോക്ക് ഡിസൈൻ കൊടുത്തേക്കുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. ഇത് സ്റ്റോക്കാണ് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് നമ്മൾ വീഡിയോയിൽ കാണിച്ചതാണ്. അന്ന് കുറേ പേർക്കൊക്കെ കിട്ടാതിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫാബ്രിക് വീണ്ടും എനിക്ക് കിട്ടിയതാണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിന്റെ. ഇതേപോലെ സ്ട്രൈപ്പ് പാറ്റേൺ ആണ്. കുറച്ച് വീതിയിലുള്ള സ്ട്രൈപ്സ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ പാറ്റേൺ ചെയ്തേക്കുന്ന കുർത്തിയാണ് കേട്ടോ ഇത്. അതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം ഇതാണ്. സെയിം ഫാബ്രിക് ആണ്. അപ്പൊ ഇതൊരു കോട്ട് സെറ്റ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ എല്ലാ സൈസും കാണാം. ടോപ്പിന് മിനിമം ഒരു 47 ഇഞ്ചസ് ലെങ്ത് ഉണ്ടാവും. അതുപോലെ ഇതിന്റെ എല്ലാത്തിന്റെ അകത്ത് ഓൾട്രേഷൻ സ്പേസ് കാണും. ബോട്ടം ഒരു 38-39 ഇഞ്ച് അല്ലെങ്കിൽ 40 ഇഞ്ച് ഈ മെഷർമെന്റിലായിരിക്കും ബോട്ടം കാണുക. നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കസ്റ്റമൈസ് ചെയ്യാം. ഫാബ്രിക് ഉണ്ട്. ഇതായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ടോപ്പ് വന്നേക്കുന്നത്. ഇതിന്റെ കൂടെയും ബോട്ടം ഉണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിലേക്ക് എടുത്തിട്ടില്ല. നമ്മൾ ആദ്യം കണ്ടില്ലേ, അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇത് കോട്ട് സെറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ബോട്ടം അവൈലബിൾ ആണ്. 47 ഇഞ്ചസ് ലെങ്ത് മിനിമം കാണും. അതുപോലെ ഓൾട്രേഷൻ സ്പേസ് കാണും. എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായതിന്റെ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവും. അതുപോലെ കോട്ടൺ ഫാബ്രിക്കുകൾ എല്ലാം വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യുക. വാഷ് കെയർ കൊടുക്കുന്ന പറയുമ്പോൾ നമ്മൾ ഡ്രൈ വാഷിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാൻ അങ്ങനെ ഡ്രൈ വാഷ് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ഇവിടെ ചെയ്യുന്നത് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വാട്ടറിൽ കഴുകി എടുക്കണം. എന്നിട്ട് തണലിൽ ഉണക്കും. അതുപോലെ ഇൻസൈഡ് പോർഷൻ നോക്കി അയൺ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ കോട്ടൺ ഫാബ്രിക്കുകൾ സൂക്ഷിക്കുന്നത്. അല്ല ഞാൻ ഡ്രൈ വാഷ് ഒട്ടും കൊടുക്കാത്ത ഒരാളാണ്. പക്ഷെ ഡ്രൈ വാഷ് ചെയ്യാൻ സാഹചര്യം ഉള്ളവർ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അത് മോശം ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാവർക്കും ഇപ്പൊ അത് പറ്റിന്ന് വരില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വാട്ടറിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴുകി എടുക്കുക. ഒത്തിരി നേരം അങ്ങനെ സോക്ക് ചെയ്തൊന്നും വെക്കരുത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവും. പക്ഷെ ഡ്രൈ വാഷ് കൊടുക്കാൻ സാഹചര്യം ഉള്ളവർ അത് കൊടുക്കുക. നല്ലതാണ്. കളറൊക്കെ ബ്ലീഡ് ചെയ്യാതെ സെറ്റ് ചെയ്ത് കിട്ടിക്കോളും. പക്ഷെ അത് പറ്റാത്തവർ ഇപ്പൊ ഹാർഡായിട്ടുള്ള ഡിറ്റർജന്റിലൊക്കെ മുക്കി വെച്ച് കഴുകാതിരിക്കുക. ഇടുമ്പോൾ നമുക്ക് അറിയാലോ എത്രമാത്രം മോഷിച്ചിട്ടുണ്ടോ എന്നുള്ള അറിയാമല്ലോ. അതനുസരിച്ചുള്ള മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂല് ഒന്ന് ഷാമ്പു പതപ്പിച്ചിട്ട് ഒന്ന് മുക്കി നമ്മുടെ അണ്ടർആമും അതുപോലെ ഈ കോളറിന്റെ ഭാഗമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തൊന്ന് ഉരച്ച് കഴുകിയിട്ട് നന്നായിട്ട് അലമ്പി എടുത്താൽ മതി. എന്നിട്ട് നല്ല ഉണക്കിയെടുക്കുക. അതുപോലെ ഇൻസൈഡ് പോർഷൻ നോക്കിയിട്ട് അയൺ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫെയ്ഡ് ആവാതെ കുറെ ലാസ്റ്റ് ചെയ്യും. പക്ഷെ ഇൻഡിഗോ ബ്ലൂ ഇങ്ങനെയൊന്ന് നോക്കിയാലും കുറച്ചൊക്കെ കളർ പോകും കേട്ടോ. പക്ഷെ എല്ലാ ഫാബ്രിക്കിലും ആദ്യം കുറച്ചൊക്കെ ഒന്ന് പോകും. ഇത് ഈ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളുടെ പ്രത്യേകതയാണ്. ഇതിന്റെ പ്രിന്റിംഗ് പ്രോസസ്സിൽ വരുന്ന ആ എക്സസ് കളറൊക്കെയാണ് ആദ്യത്തെ 1-2 വാഷൊക്കെ പോകുന്നത്. അതൊരു കളർ ബ്ലീഡ് അല്ല. ആ ഫാബ്രിക്കിന്റെ പ്രോസസ്സിങ്ങിൽ വരുന്ന
എക്സസ് കളറുകൾ പോകുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും നമ്മൾ അയ്യോ കളർ പോയി എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള എല്ലാ ഫാബ്രിക്കിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ അതൊരു കളർ ബ്ലീഡായിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത്. സ്ക്രീൻ പ്രിന്റിങ്ങിലൊക്കെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല. നമ്മുടെ ഫാബ്രിക്കുകളെല്ലാം നാച്ചുറൽ ഡൈഡ് ആയിട്ടുള്ള ഫാബ്രിക്കുകളാണ്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടുള്ള കളറൊക്കെ വെള്ളത്തിൽ കാണും. നമുക്ക് അപ്പോൾ കളർ ബ്ലീഡായിട്ട് തോന്നി വിഷമം വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ആ പ്രോസസ്സിൽ സംഭവിച്ചേക്കുന്ന എക്സസ് കളർ അങ്ങ് പോകുന്നതാണ്. അതൊക്കെ എല്ലാവർക്കും ഇപ്പം അറിയാവുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അത് ബിസിനസ് ചെയ്യുമ്പോൾ പറയണമല്ലോ. ആദ്യമായിട്ട് കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് പറയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ ചെറിയ കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. അതാണ് ഏറ്റവും ഓൺലൈൻ പർച്ചേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അടുത്ത കളക്ഷൻസ് ആയിട്ടൊക്കെ വീണ്ടും കാണാം. ബൈ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ എൻ്റെ വാട്സപ്പിൻ്റെ ബാക്കപ്പ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഓർഡേഴ്സ് എനിക്ക് ഇവിടെ നിന്ന് അയക്കാൻ പറ്റാതെ അഡ്രസ്സ് അറിയാതെ ആർക്കാണ് അയക്കേണ്ടതെന്ന് അറിയാതിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേയൊക്കെ സ്റ്റാറ്റസ് കണ്ടും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ അയച്ചു കൊടുത്തു. ഇതാ ഈ ഒരു കുർത്തിയും ഇനി അയക്കാനുള്ളത് പെട്ടതാണ് കേട്ടോ. ഇത് ഓർഡർ ചെയ്യുന്ന ആരാന്ന് എനിക്കറിയില്ല. എക്സലും ഡബിൾ എക്സലും ഉണ്ട്. ആരാണെന്ന് തന്നേക്കുന്നത് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് റെഡിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ ബാക്കപ്പ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളിത് ഓർഡർ തന്ന ആരാന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്രൊഡക്റ്റ് അയക്കാതിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് റെഡിയാണ്. എനിക്ക് അഡ്രസ്സും കാര്യങ്ങളും ഒന്നുകൂടി അയച്ചു തരിക. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ കുറേ പേരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ബാക്കിയെല്ലാം തന്നെ പോയി. ഇനിയിപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇതൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനിയും വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുള്ള ഓർഡേഴ്സ് ഒന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതിന് മുൻപത്തെ ഒരു 2 വീക്സ് എങ്കിലും മിനിമം പേയ്മെൻറ്റ് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇങ്ങനെ ബാക്കപ്പ് പോയത് കൊണ്ട് എനിക്ക് അയക്കാതിരിക്കുന്നതാണ്. അപ്പോൾ 2 വീക്സ് മുന്നത്തെ ഓർഡേഴ്സിൻ്റെ പേയ്മെൻറ്റ് ഇട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണേ.